4 വർഷം ഞാൻ ഇത് കാണുന്നു. ഒരു ജോലിയുമില്ല, കൂലിയുമില്ല. സമ്പാദിക്കുന്ന വയസ്സിൽ ഇരുന്ന് കഴിച്ചാൽ ഇരുന്ന് കഴിക്കുന്ന വയസ്സിൽ യാചിക്കേണ്ടി വരും. പറയുന്ന ഒരു ജോലിയും കൃത്യമായി ചെയ്യുന്നുണ്ടോ? നിനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ഈ ജന്മത്തിൽ നീ ഗുണം പിടിക്കില്ല. ജീവിതം നിനക്കൊരു തമാശയല്ലേ? ഒരു ദിവസം ചുറ്റുമുള്ളവർ കളിയാക്കാൻ തുടങ്ങും. അപ്പോൾ മനസ്സിലാവും ജീവിതം എന്താണ്. നിനക്ക് പകരം ഞാൻ ഈ വീട്ടിലൊരു പോത്തിനെ വളർത്തിയിരുന്നെങ്കിൽ ഇത് കൃത്യമായി 2 പ്രാവശ്യം പാല് തരുമായിരുന്നു. അത് ചീഞ്ഞതും അളിഞ്ഞതും തിന്നുമായിരുന്നു. എന്നാ നീയോ പ്രായം മാത്രം കയറുന്നേ ഉള്ളൂ. നിനക്കൊരു ഉത്തരവാദിത്തമില്ല. നിനക്കൊക്കെ എപ്പോ ബുദ്ധി വരുമോ എന്തോ. തൃശൂൽ 12 മണിയായി. നീ ഇവിടെ ഒട്ടേക്കിരുന്ന് എന്ത് ചെയ്യുക? നടക്ക്, വീട്ടിലോട്ട് പോവാം. എന്തേ പിന്നെയോ വഴക്കിട്ടോ? വഴക്കില്ലാത്ത ഏതെങ്കിലും ദിവസം ഉണ്ടോ? നിനക്ക് ഗേറ്റ് അടച്ചിട്ട് വരാൻ അറിയില്ലേ? പശു ആടും കയറി ചെടികൾ നശിപ്പിക്കുന്നത് കാണുന്നില്ലേ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? പ്രായം മാത്രം കയറുന്നേ ഉള്ളൂ. തൃശൂൽ, ആ ടാപ്പിൽ വെള്ളം അങ്ങനെ ഒഴുകിപ്പോകുന്നത് കാണുന്നില്ലേ? അതിന് ശരിക്കും ഓഫ് ചെയ്തിട്ട് വരാൻ നിനക്ക് അറിയില്ലേ? വെള്ളം എന്താ വെറുതെ കിട്ടുമോ? അതിനും പണം നൽകണം. നിനക്കൊരു ഉത്തരവാദിത്വമില്ല. അത് എപ്പോഴും വരില്ല. വിട്. തൃശൂൽ, താഴെ TV, ഫാന്, ലൈറ്റ് എല്ലാം ഓൺ ചെയ്തിട്ട് നീ ഇവിടെ സുഖമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? അതെല്ലാം ഓഫ് ചെയ്തിട്ട് വരാൻ നിനക്ക് അറിയില്ലേ? കറണ്ട് ബില്ല് നിന്റെ അച്ഛനാണ് കിടക്കുന്നത്. വേറെ ആരും അടയ്ക്കാൻ വരാൻ പോണില്ല. നിനക്കൊക്കെ എപ്പോ ബുദ്ധി വരുമോ എന്തോ. നോക്കടാ, നോക്ക്. നീ 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 പേപ്പർ വെച്ചിരിക്കുന്ന രീതി നോക്ക്. നീ വായിച്ച ശേഷം തീർന്നല്ലോ. കറക്റ്റായിട്ട് മടക്കി വെക്കാൻ അറിയില്ല നിനക്ക്. എപ്പോ ബുദ്ധി വരുമോ എന്തോ. ജന്മത്തിൽ നിനക്ക് ബുദ്ധി വരെയില്ല. നോൺസെൻസ് ആണ് നീ. ഏത് ജോലി ചെയ്യാൻ കഴിയില്ല നിനക്ക്. ജീവിതത്തിൽ നശിച്ചു പോകും എങ്ങനെയായാലും. ഇല്ല, എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല. വേസ്റ്റ്. എന്നും അച്ഛനും മോനും വീട്ടിൽ വഴക്കിടും. പിന്നെ പാതി രാത്രി വരെ നീ ഇവിടെ വന്നിരിക്കും. ഇതിനി എത്ര ദിവസത്തേക്കാ? നിന്റെ അച്ഛൻ മരിച്ചിട്ട് എത്ര വർഷമായി? നിന്റെ തന്ത ചത്തിട്ട് എത്ര വർഷമായെന്നാ ഞാൻ ചോദിച്ചത്. 2 വർഷം. എന്തേ? എന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഹേ തൃശൂൽ, നിക്കടാ. ഹേ തൃശൂൽ, തൃശൂൽ, അവർ നിന്റെ അച്ഛനല്ലേ? എനിക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തോണ്ട് പോവാല്ലോ. അയാളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മടുത്ത്. അയാൾ തരുന്ന ടോർച്ചർ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇരുന്നാൽ തെറ്റ്, നിന്നാൽ തെറ്റ്. ഞാൻ ജനിച്ചത് തന്നെ വലിയ തെറ്റ്. അച്ഛനാണ് അത്ര. അച്ഛൻ ഹിറ്റ്ലറാ. ശരി, അത് പോട്ടെ, വിട്. നീ ഇന്റർവ്യൂവിന് പോയിരുന്നല്ലോ, അതെന്തായി? സർ, ദിസ് ഇസ് T1 മൊബൈൽ ആപ്പ്. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. വേറെ ഒരു ആപ്പും ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. T1 app is like a all-in-one app. We can use this app for many purposes such as health, education, banking, food, movies, music, games, travel, weather, news, groceries, etc. 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 Once you download the T1 app, make your day smart and easy. It's too good. I like it. നിങ്ങളുടെ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ പുതിയ കമ്പനി ആയതുകൊണ്ട് ഇത്രയും പണം ഞങ്ങൾ ഒറ്റയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് നിങ്ങളും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്ര ആകും സാർ? അറൗണ്ട് ഒരു 10 ലക്ഷം ആകുമായിരിക്കും. 10 ലക്ഷമോ? വീട്ടിൽ ഇനിയൊരു യുദ്ധം ഫിക്സ്. എന്റെ ജീവിതം നിനക്ക് തമാശയാണല്ലേ? ഹേ സോറി, ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നോക്ക്, നീ ഇപ്പോൾ നിന്റെ അച്ഛനോട് ഡയറക്റ്റായി പൈസ ചോദിക്കാൻ പോവും. അവർ നിന്നെ വഴക്ക് പറയും. പിന്നെ സങ്കടം. പാതി രാത്രി വരെ ഇവിടെ വന്നിരിക്കും. ഇതൊക്കെ വേണോ നിനക്ക്?
വേറെ ഓപ്ഷൻസ് ഉണ്ടോ? ആ ഉണ്ട്. നോക്ക്, നീ ഇപ്പോൾ ഡയറക്റ്റായി നിന്റെ അച്ഛനോട് പൈസ ചോദിക്കണ്ട. നിന്റെ ചേച്ചി കൊണ്ട് ചോദിപ്പിച്ചാലോ? ത്രിശൂൽ, ഒരു വട്ടം ചേച്ചിയോട് സംസാരിച്ചു നോക്ക്. എന്താ മോളെ ജാനകി, രാവിലെ തന്നെ ഫോൺ ചെയ്തിട്ടുണ്ടല്ലോ. ആ അതെ അച്ഛാ, നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ പറ മോളെ. ആ അത് അച്ഛാ, ഇന്നലെ നൈറ്റ് തൃശ്ശൂല് വിളിച്ചിരുന്നു. എന്താണ് ഇത്ര അവന്? ജോലിയുമില്ല കൂലിയുമില്ല, ഉത്തരവാദിത്തം പണ്ടേ ഇല്ല. അച്ഛാ പ്ലീസ് അച്ഛാ. ശരി, അതെന്താണെന്ന് വേഗം പറ. ജോലിക്ക് പോകാത്തവനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ടൈമില്ല. ഓഫീസിലേക്കുള്ള സമയമായി. ഒന്നുമില്ല, അവൻ ഇന്നലെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അവന്റെ പ്രോജക്റ്റ് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. പുതിയ കമ്പനി ആയതുകൊണ്ട് കുറച്ച് നിങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നോ എന്ന് ചോദിക്കുന്നു. പ്രോജക്റ്റ് എല്ലാം തീർന്ന ശേഷം നല്ല പണം വരും. പക്ഷെ അതിനു മുമ്പ് ഇപ്പൊ കുറച്ച് പണം ആവശ്യമുണ്ട്. അതിന് ഓഹോ, എത്ര വേണം ഇത്ര സാർക്ക് പണം? ഒരു 10 ലക്ഷം. എന്ത്, 10 ലക്ഷമോ? നോക്ക് ജാനകി, ഞാൻ ഉള്ളതൊരു ചെറിയ സർക്കാർ ജോലിയാണ്. നിന്റെ അനിയൻ ചോദിക്കുന്നത്ര പണം നൽകണമെങ്കിൽ ഒന്ന് ഏതെങ്കിലും ബാങ്ക് കൊള്ളടിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ തെരുവിൽ ഇറങ്ങിയാലും കുഴപ്പമില്ലെന്ന് വെച്ചിട്ട് വീട് വിൽക്കണം. നോക്ക്, അവനോട് വെറുതെ പറഞ്ഞാൽ ബുദ്ധി വരില്ല. ഞാൻ സീരിയസ് ആയിട്ട് അവനോട് സംസാരിക്കട്ടെ. ഫോൺ വെക്ക്. അച്ഛാ നീ വെക്ക് ഫോണ്. 10 ലക്ഷമാ? എന്ത് പൈസയുടെ ചെടി നട്ടിട്ടുണ്ടോ അവിടെ? സാറിന് പണം ആവശ്യമുണ്ടെന്ന് അറിഞ്ഞോ? ചോദിച്ചത് ചോദിച്ചു, അത്ര ചെറിയ എമൗണ്ടാണോ ചോദിക്കുക? കയ്യിലുണ്ടെങ്കിൽ താ, ഇല്ലെങ്കിൽ വെറുതെ ഇരി. ഞാൻ വേറെ എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമോ പാവം. ഏതെങ്കിലും ബാങ്ക് കൊള്ളടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതോ ആരുടെങ്കിലും വീട് കൊള്ളടിക്കാൻ ചിന്തിക്കുന്നുണ്ടോ? 4 വർഷമായി ഞാനും നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അതേത് മൊബൈൽ ആപ്പ് ഡെവലപ്പർ എന്ന് റോഡ് ചുറ്റിക്കൊണ്ടിരിക്കണം. അവിടെ അതും ഡെവലപ്പ് ആവണില്ല, ഇവിടെ നീയും ഡെവലപ്പ് ആവണില്ല. ഏതെങ്കിലും ഒരു ജോലിക്ക് ചേർന്ന് മാസം ശമ്പളം വാങ്ങി സുഖമായി ജീവിക്കുന്നത് വിട്ടിട്ട് ദിവസവും എനിക്ക് തലവേദന തന്നുകൊണ്ടിരിക്കും. മാസം ശമ്പളത്തിന് ജോലി ചെയ്യാൻ ഞാനില്ല. എന്റെ ജോലി എനിക്ക് സന്തോഷമാകണം. ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് സന്തോഷം തരണം. ഇവൻ ഏത് രാജാവിന്റെ മകനാണാവോ? സന്തോഷമാണത്ര സന്തോഷം. ഈ ലോകത്തിൽ എല്ലാവരും സന്തോഷത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അടുത്ത വീട്ടിലെ സുരേഷ് നിന്റെ പ്രായം തന്നെയാ. ജോലിക്ക് പോകുന്ന തുടങ്ങിയിട്ട് 3 വർഷമായി. എന്തിന്? നിന്റെ ക്ലാസ്മേറ്റ് നയന, അവളും ജോലിക്ക് പോകുന്നുണ്ട്. നിനക്ക് മാത്രം എന്തിന്റെ അസുഖമാടാ? മറ്റുള്ളവരെ നോക്കി ശരിയാക്കാൻ എന്റെ ജീവിതം നശിച്ചിട്ടില്ല. ലൈഫിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ ജീവിതം എങ്ങനെ ലീഡ് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നെ ആരും പഠിപ്പിക്കണ്ട. ആഹാ, നീ എങ്ങനെ ജീവിതം ലീഡ് ചെയ്ത് ഞാനും കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. ഇന്ന് നീ എന്റെ നേരെ കൈ നീട്ടും, ഞാൻ തന്നില്ലെങ്കിൽ നീ മറ്റുള്ളവരുടെ നേരെ കൈ നീട്ടും. അവരും തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ദൈവമേ, സത്യമായിട്ടും ഞാൻ മരിക്കുന്നവരെ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല. നിന്റെ വയറിന് 3 നേരം ഒരു പ്രശ്നം വരാൻ ഞാൻ നോക്കിക്കോളാം. ഞാൻ മരിച്ചതിന് ശേഷം ഉണ്ടല്ലോ, അപ്പോൾ മറ്റുള്ളവർ മുമ്പിൽ പോയി കൈ നീട്ടും. ഇപ്പോഴും അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. പ്രാക്ടീസ് അല്ലേ? നശിച്ചവൻ. തൃശൂൽ, നിനക്ക് ഇഷ്ടമുള്ള ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. വാ, രണ്ടാളും ചേർന്ന് നന്നായിട്ട് കഴിക്കാം. ചൂടോടെ കഴിച്ചാലേ ഇത് നന്നായിട്ട് ഉണ്ടാവുള്ളൂ. വാ 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 വാ. ആഹാ, സൂപ്പർ. തൃശൂൽ, എവിടെ പോയി കിടക്കുന്ന എന്തോ. പറ ചേച്ചി. അച്ഛൻ എന്ത് പറഞ്ഞു? ഞാൻ ജനിച്ചത് തന്നെ വേസ്റ്റ് അത്രേ. ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ അത്രേ. ദിവസേന 3 നേരം ആഹാരം തരാൻ തന്നെ വലിയ കാര്യം. ഇനി പൈസ വേറെ തരണോ? പോട്ട് വിടി ചേച്ചി, നീ എന്തിനാ സോറി പറയുന്നേ? അമ്മയുണ്ടായിരുന്നു, അമ്മ നമ്മളെ വിട്ടുപോയി. നീയാണെങ്കിൽ കല്യാണം കഴിച്ചു പോയി.
എന്നാലിപ്പോൾ ഈ മനുഷ്യനോടൊപ്പം ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു ജോലി കിട്ടിയാൽ, കയ്യിൽ കുറച്ച് കാശ് വന്നാൽ ദൂരെ എവിടെങ്കിലും ഒരു വീട് വെച്ച് സുഖമായിട്ട് ജീവിക്കും. എന്നിട്ട് ഈ മനുഷ്യന് വലിയൊരു ഗുഡ് ബൈ പറയും. അങ്ങനെയൊന്നും പറയല്ലേ തൃശ്ശൂർ, അച്ഛനല്ലേ? അച്ഛനാണ് അത്ര, അച്ഛൻ ഹിറ്റ്ലറാ. ദേ, നിങ്ങൾ എപ്പോഴും അവനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ ഞാൻ പോകുന്ന പോലെ അവനും ഒരു ദിവസം നിങ്ങളെ വിട്ടു പോവും. സൂക്ഷിക്കണേ. ഹലോ, ഹലോ തൃശൂൾ, ഇപ്പോഴും ഉറങ്ങുകയാണോ? എണീറ്റില്ലയോ? കാണിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ആദ്യം എന്നിട്ട് പേപ്പർ നോക്ക്, അപ്പോൾ മനസ്സിലാവും എന്ത് ചെയ്യണമെന്ന്. ഗ്രോ അപ്പ് കമ്പനിയിൽ മൊബൈൽ ആപ്പ് ഡെവലപ്പർക്ക് ഓപ്പണിംഗ് ഉണ്ട്. നല്ല ഓപ്പർച്യൂണിറ്റിയാ. നീ ഇങ്ങനെ ഉറങ്ങ്. ഒരു ദിവസം നിന്റെ സ്വപ്നവും നിന്നോടൊപ്പം ഉറങ്ങും. ഓക്കെ, ബൈഡാ. ഏത് പേപ്പറാ? നിന്റെ ജീവിതം മനോഹരമാവട്ടെ. പോയി മനോരമാനോ. താങ്ക്സ് ഡി, ലവ് യു ഉമ്മ. ആ ടാപ്പിൽ വെള്ളം അങ്ങനെ ഒഴുകിപ്പോയത് കാണുന്നില്ലേ? അതിന് ശരിക്കും ഓഫ് ചെയ്തിട്ട് വരാൻ നിനക്ക് അറിയില്ലേ? May I come in, sir? This is your appointment letter. You got the job. ബട്ട് സാർ, എനിക്ക് ഒരേ ഒരു ചോദ്യം ചോദിക്കാതെ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ റെസ്യൂം നോക്കാതെ എങ്ങനെ ജോലി തന്നു എന്നല്ലേ? Am I right? യെസ് സാർ. മിസ്റ്റർ തൃശൂൽ, ഐ ബിലീവ് ഒരു കമ്പനിയുടെ വിജയം ആ കമ്പനിയുടെ ബോസ് എടുക്കുന്ന തീരുമാനം മാത്രം ഡിപ്പെൻഡ് ആവില്ല. ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ ജോലിക്കാരുടെയും മേലെ ഡിപ്പെൻഡ് ആയിരിക്കും. കേവലം ശമ്പളത്തിന് വേണ്ടി ജോലി എടുക്കുന്ന ആളുകളുടെ ഇടയിൽ ഇരിക്കൂ. കൃത്യമായും ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യുന്നവർ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങളും ഒരാളാണ്. കൺമുമ്പിൽ നശിച്ചാലും ഒന്നും ചെയ്ത് നോക്കിയിരിക്കുന്ന ആളുകൾ ഒരു വശത്ത്, മറുവശത്ത് നശിക്കുന്നതിനെ ശരിയാക്കുന്ന ആളുകൾ. നീ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ CCTVയിൽ നോക്കുന്നുണ്ടായിരുന്നു. മിസ്റ്റർ തൃശൂൽ, ഈ കമ്പനിയെ നശിപ്പിക്കുന്നവർ വേണ്ട, നന്നാക്കുന്നവർ മതി. അതിന് നിങ്ങളെ ശരി. ആൻഡ് നിങ്ങളുടെ ബിഹേവിയർ മാത്രം
നോക്കി ജോലി തന്നതല്ല. നിങ്ങളയച്ച മെയിലുണ്ടല്ലോ, നിങ്ങളുടെ T1 all-in-one mobile app. It's quite interesting. And that's all. Welcome to our legacy. Congrats. അച്ഛാ, പറ മോനെ. എനിക്ക് ജോലി കിട്ടി അച്ഛാ. ഓ, വളരെ സന്തോഷം. വർഷങ്ങളായി നീ ജോലി എന്ന് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. നിന്റെ ജീവിതത്തിന് ഇനി ഒരു വഴിയായല്ലോ. നന്നായി വാ മോനെ, നന്നായി വാ. നിനക്ക് ഇഷ്ടമുള്ള ജോലി തന്നെയല്ലേ കിട്ടിയത്? എത്ര വർഷമായിട്ടും നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെയല്ലേ കിട്ടിയത്? അതേ വലിയ കാര്യം. നോക്ക്, ഇനി ഈ വെയിൽ, പൊടി, ട്രാഫിക്കിൽ പോകുന്നതിനേക്കാൾ ഓഫീസിനടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ തന്നെ സുഖമായിരിക്കെ. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളാം. ഒരു ജോലി കിട്ടിയാൽ, കയ്യിൽ കുറച്ച് കാശ് വന്നാൽ ദൂരെ എവിടെങ്കിലും ഒരു വീട് വെച്ച് സുഖമായിട്ട് ജീവിക്കും. ഞാൻ ഈ വീട് വിട്ടു പോയാൽ അച്ഛന് സന്തോഷമാകുമോ? ഞാൻ നിങ്ങളെ വിട്ട് വേറെ വീടെടുത്ത് പോയാൽ അച്ഛനിവിടെ സന്തോഷമായിട്ടിരിക്കുമോ? അവസാനം വരെ അച്ഛൻ്റെ കൂടെ തന്നെ കാണും. നിങ്ങളെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. ഇത് അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫോം. എല്ലാം ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ട്. അച്ഛൻ സൈൻ ചെയ്താൽ മതി. ഞാൻ ഓഫീസിൽ കൊടുത്തോളാം. റിട്ടയർമെന്റാ? എനിക്ക് ഇനി 4 വർഷം സർവീസ് ഉണ്ടല്ലോ. ഇതുവരെ ഞങ്ങളെ എല്ലാം നല്ലോണം നോക്കിയല്ലോ, മതി. ഇനി വീട്ടിൽ സുഖമായിട്ടിരിക്കൂ. എല്ലാം ഞാൻ നോക്കിക്കോളാം, ഉത്തരവാദിത്തത്തോടെ നോക്കിക്കോളാം. ഇപ്പൊ അച്ഛന് സന്തോഷമായല്ലോ. ഹേ ത്രിലോക്, ചുമരിൽ വരയ്ക്കേണ്ടെന്നല്ലേ നിന്നോട് പറഞ്ഞത്? നീ കാരണം എല്ലാ വർഷവും വീട്ടിൽ പെയിന്റ് അടിക്കണം. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ത്രിലോക്, എന്തുവാടാ ഇത്? എക്സാമിൽ 25-ൽ 11 മാർക്കോ? എപ്പം നോക്കിയാലും ഗെയിം, TV, ക്രിക്കറ്റ്. പഠിക്കാൻ വിളിച്ച വരില്ല. പറഞ്ഞ് മടുത്ത്. ത്രിലോക്, 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 ഇവൻ എവിടെ പോയി? ത്രിലോക്, TV ഇട്ടിട്ട് എവിടെ പോയോ എന്തോ.
ത്രിലോക്, ത്രിലോക്, എവിടെയാ നീ? നീ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുവാ? ഞാൻ ഇന്നെ വീട് മൊത്തം തേടി, അറിയോ? ത്രിലോക്. സാറിന് ദേഷ്യം വന്ന പോലെ ഉണ്ടല്ലോ. എന്തായി? അമ്മ ഫസ്റ്റ് ഒരു പ്രോമിസ് ചെയ്. പ്രോമിസാ? എന്തിന്? ഞാൻ പറയുന്ന പോലെ ചെയ്യുമെന്ന് പ്രോമിസ് ചെയ്. പ്രോമിസ് പറ. ഞാനും നീയും വേറെ വീട്ടിലോട്ട് താമസം മാറാം. വേറെ വീടോ? എന്തിന്? പപ്പ ദിവസം എന്നെ ചീത്ത പറഞ്ഞോണ്ടേ ഇരിക്കും. അത് ചെയ്യ്, ഇത് ചെയ്യുന്നു. എന്റെ മതിയായി. അയ്യോ ത്രിലോക്, ത്രിലോക്,